ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. എന്താണ് പാരഫീലിയ? ഡേഞ്ചറസും എക്സ്ട്രീമുമായ അബ്നോർമൽ സെക്ഷൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്ന കണ്ടീഷനെയാണ് പാരഫീലിയ എന്ന് പറയുന്നത്. അതാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. വോയറിസ്റ്റിക് ഡിസോർഡർ. പ്രധാനമായും ഒളിഞ്ഞുനോട്ടമാണ് ഇത്തരക്കാരുടെ ഹോബി. മറ്റുള്ളവരുടെ സ്വകാര്യ നിമിഷങ്ങളിലോട്ട് ഒളിഞ്ഞു നോക്കി അവരെ സ്വയം സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളുകളാണ് വോയറിസ്റ്റുകൾ. ഭയങ്കരമായ സെക്ഷൽ അറോസൽ മൂലമാണ് ഇവർ ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്തു കൂട്ടുന്നത്. പണ്ട് കാലത്ത് സ്ത്രീകൾ വിളിക്കുന്ന കുളിമുറികളിലും കുളക്കടവുകളിലും ഒളിഞ്ഞു നോക്കുന്ന അമ്മാവന്മാർ ഈ രോഗത്തിന് ഉടമകളാണ്. ഇത്തരക്കാർ ആളുകളെ സ്റ്റോക്ക് ചെയ്യുന്നതിൽ തീരെ പുറകോട്ടല്ല. സെക്ഷൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നതും ഒളിഞ്ഞു നിന്ന് കാണുന്നതാണ് ഇത്തരക്കാരെ ആനന്ദം കൊള്ളിക്കുന്നത്. പീപ്പിംഗ് ടോം സിൻഡ്രോം എന്നും ഇതിനെ പറയും. എന്തോന്ന് കണ്ടത്? എന്തോന്ന്? ഫുൾ നേക്കഡ്. ഫുൾ നേക്കഡ്. പോടാ, ഫസ്റ്റ് ഡേ ഫുൾ നേക്കഡ് ഒന്നും കാണാൻ നോക്കൂല. 6 മാസത്തിൽ കൂടുതൽ ഈ സിംറ്റംസ് കണ്ടാൽ മാത്രമാണ് ഇതൊരു ഡിസോർഡറായി ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സൈക്കോതെറാപ്പി, സപ്പോർട്ട് ഗ്രൂപ്പ് ആൻഡ് ആന്റി ഡിപ്രസൻസ് ഇതെല്ലാമാണ് ഇവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്സ്. പോലീസ് പിടിച്ചാൽ നല്ല ചുട്ടയിടി. എക്സിബിഷനിസ്റ്റിക് ഡിസോർഡർ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ തുണി വെക്കി കാണിക്കുക. സ്ട്രേഞ്ചേഴ്സിനെ തുണി വെക്കി കാണിച്ച് പീഡിപ്പിച്ച് അതിൽ നിന്നും സുഖം കണ്ടെത്തുന്നതാണ് ഈ കൂട്ടരുടെ പ്രത്യേകത. സ്ട്രേഞ്ചേഴ്സും കുട്ടികളുമാണ് ഇവരുടെ മെയിൻ ഇരകൾ. ഈ ഒരു ഞരമ്പ് രോഗം കൂടുതലും പുരുഷന്മാരിലാണ് കണ്ടുവരുന്നത്. വർഷാവർഷം ഇതിന്റെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. കാരണം പ്രോപ്പറായ സെക്സ് എഡ്യൂക്കേഷനും സൈക്കോ എഡ്യൂക്കേഷനും കൊണ്ടാണ്. ഫ്രോട്ടറിസ്റ്റിക് ഡിസോർഡർ. കേരളത്തിൽ കോമൺ ആയി കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം ഞരമ്പ് രോഗമാണിത്. ബസ്സിലും ട്രെയിനിലും പബ്ലിക് പ്ലേസസിലുമാണ് ഇത് കൂടുതലും കണ്ടുവരുന്നത്. സ്ട്രേഞ്ചേഴ്സിനെ ജാക്കി വെക്കുക, ഡിക്ക് കൊണ്ട് റബ് ചെയ്യുക, സിപ്പഴിച്ച് സാധനം പുറത്തിടുക. ഇത് 6 മാസത്തിൽ കൂടുതലായി കാണപ്പെട്ടാൽ ഇയാളൊരു ഫ്രോട്ടറിസ്റ്റിക് ഡിസോർഡറിന് ഉടമയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫെറ്റിഷിസ്റ്റിക് ഡിസോർഡർ. സ്ത്രീകളുടെ ഓർ പുരുഷന്മാരുടെ അണ്ടർവെയറും ഇന്നർവെയറും അടിച്ചുകൊണ്ടുപോകലാണ് ഈ വീരന്മാരുടെ പ്രത്യേകത. നാട്ടിൽ ഷഡ്ഡിക്കള്ളന്മാരെന്നും നാട്ടുകാർ ഇവരെ വിളിക്കുന്നു. ഈ കൂട്ടർ വളരെ അറിയപ്പെട്ട സ്റ്റോക്കേഴ്സ് ആണ്. ഇതുപോലുള്ള വസ്തുക്കൾ അടിച്ചു മാറ്റി റോക്കറ്റ് നിക്ഷേപിക്കലാണ് ഇത്തരക്കാരുടെ മെയിൻ പരിപാടി. ഇതിന് മൈൽഡ് വെർഷനുമുണ്ട്, മേജർ വെർഷനുമുണ്ട്. മൈൽഡ് ആകുമ്പോൾ അടിക്കുന്ന സാധനത്തിന്റെ ക്വാണ്ടിറ്റി കുറയും, മേജർ ആകുമ്പോൾ അടിച്ചെടുക്കുന്ന സാധനത്തിന്റെ ക്വാണ്ടിറ്റി കൂടും. ഇതിന് പ്രതിവിധി എന്തെന്നാൽ അണ്ടർവെയറുകൾ ഇനി മുതൽ ധരിക്കാതിരിക്കുക. സൈക്കോതെറാപ്പി, ഡ്രഗ്സ്, പിന്നെ കെട്ടിയിട്ട് മടലിനടി ഇതെല്ലാമാണ് ഇതിന്റെ പ്രധാന ട്രീറ്റ്മെന്റുകൾ. ട്രാൻസ്വെസ്റ്റിക് ഡിസോർഡർ. ക്രോസ് ഡ്രസ് ചെയ്യാൻ താല്പര്യമുള്ളവരും ക്രോസ് ഡ്രസ് ചെയ്യുന്നവരുമാണ് ഇത്തരക്കാർ. ഇങ്ങനെ ഡ്രസ് ചെയ്യുന്നത് മൂലം ഇവർക്ക് വളരെ ഇന്റൻസ് ആയ സെക്ഷൽ എക്സൈറ്റ്മെന്റ് ഉണ്ടാകുന്നു. ചൈൽഡ്ഹുഡ് മുതലേ ഇതിന്റെ പല സൈനുകളും നമുക്ക് കാണാൻ കഴിയും. ഇവർ സ്ട്രെയിറ്റ് ഹെറ്ററോസെക്ഷൽ മാൻ ആയിരിക്കും, ബട്ട് ക്രോസ് ഡ്രസ് ചെയ്യുന്നതിൽ ഇവർ വളരെ തൽപരരായിരിക്കും. പുരുഷന്മാരിലാണ് ഇത് കൂടുതലും കണ്ടുവരുന്നത്. കൂടാതെ മാരീഡ് മെന്നിലും ഇത് നമുക്ക് കാണാൻ സാധിക്കും. 6 മാസത്തിൽ കൂടുതൽ ഈ സിംറ്റംസ് കണ്ടാൽ മാത്രമാണ് ഇതൊരു ഡിസോർഡറായി അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ. സെക്ഷൽ മാസോഷിസം. ഇത്തരക്കാർ വളരെ വിയേർഡാണ്. സഫറിങ്ങിലൂടെയാണ് അവർ അവരുടെ സെക്ഷൽ ഫാന്റസിയെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇതിനെ ചിലർ വേറെ ഒരു പേരും പറയും, BDSM. സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി മനസ്സിലാകാത്തവർക്ക് കഴുത്തിന് കുത്തിപ്പിടിക്കുക, ശരീരം വേദനിപ്പിക്കുക, ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെടുക ഇതൊക്കെയാണ് അവരുടെ സെക്ഷൽ ഫീലിങ്ങിനെ ഉണർത്തുക. എന്ന് വെച്ചാൽ തല്ല് മേടിച്ചു കൂട്ടാൻ വളരെ ഇഷ്ടമുള്ളവരാണ് ഇവർ. ഇത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ കണ്ടുവരുന്ന ഒരു ഡിസോർഡറാണ്. സൈക്കോതെറാപ്പിയാണ് കൂടുതലും ഇതിന് കണ്ടുവരുന്ന ട്രീറ്റ്മെന്റ്. കാരണം തല്ലാനോ പിടിക്കാനോ നിന്നാൽ ഇത്തരക്കാർ മൂടാകും. സെക്ഷൽ സാഡിസം ഡിസോർഡർ. മാസോസിസ്റ്റുകൾക്ക് കൊള്ളാനാണ് ഇഷ്ടമെങ്കിൽ ഇവർക്ക് കൊടുക്കാനാണ് ഇഷ്ടം, വിത്തൗട്ട് കൺസെന്റ്. മറ്റുള്ളവരെ ഫിസിക്കലിയും മെന്റലിയും വേദനിപ്പിച്ചുകൊണ്ട് അവരുടെ സെക്ഷൽ ഡിസയറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് സാഡിസം. ടെഡ് ബണ്ടി, ജെഫ്രി ഡാമർ, അഡോൾഫ് ഹിറ്റ്ലർ എന്നിവർ സാഡിസത്തിന് വലിയൊരു എക്സാമ്പിളാണ്. കയറ്, ചങ്ങല, ഹാൻഡ് കഫ് പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കെട്ടിയിട്ടോ തടവിലാക്കിയോ ചാട്ടാവാറ കൊണ്ട് അടിക്കുകയോ ഇടിക്കുകയോ സിഗരറ്റ് വെച്ച് പൊള്ളിക്കുകയോ ഇതൊക്കെയാണ് അവർ വിക്ടിംസിനെ ചെയ്യുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഇത്തരക്കാർ റേപ്പിസ്റ്റുകളും സീരിയൽ കില്ലേഴ്സുമാണ്. ആന്റി ഡിപ്രസൻസ്, ടെസ്റ്റോസ്റ്ററോൺ ബ്ലോക്കേഴ്സുമാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്. പിന്നെ വേണ്ടി വന്നാൽ ലിംഗം മുറിച്ചു മാറ്റവും. പെഡോഫീലിയ. ഇത്തരക്കാർ നമ്മുടെ സമൂഹത്തിന്
വളരെ ആപത്താണ്. ബിക്കോസ് ഇവർ കുട്ടികളെയാണ് ഇരകളാക്കുന്നത്. കുട്ടികളെ സെക്ഷുവലി അസോൾട്ട് ചെയ്യുക, അതിൽ നിന്നും സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുക, ഇതെല്ലാമാണ് ഇവരുടെ സെക്ഷുവൽ ഫാന്റസീസ്. ഫേമസ് മൈക്കൽ ജാക്സൺ ഒരു പെഡോഫൈൽ ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ ചൈൽഡ് മോളസ്റ്റേഷന്റെ ഒത്തിരി കേസുകൾ ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. 13 വയസ്സ് മുതൽ താഴോട്ടുള്ള കുട്ടികളാണ് ഇവരുടെ പ്രധാന വിക്ടിംസ്. സോ ബി കെയർഫുൾ. ഇതുപോലുള്ള ക്രീപ്സിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ നിങ്ങളുടെ കുട്ടികളെ സെൽഫ് ഡിഫെൻസ് പഠിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ലോങ് ടേം ഗ്രൂപ്പ് സൈക്കോതെറാപ്പി ടെസ്റ്റോസ്റ്ററോണിനെയും സെക്സ് ഡ്രൈവിനെയും ഓൾട്ടർ ചെയ്യുന്ന ഡ്രഗ്സുമാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്സ്. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ. പീസ്.